വെൽക്കം ടു കോമേഴ്സ് ലേണിംഗ്. ദിസ് ഇസ് ഡിജെവിസ്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം അടുത്ത് വന്നു കഴിഞ്ഞു. നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പോൾ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് ആ ചാപ്റ്റർ പഠിക്കാനായിട്ടുണ്ട്. മെറിറ്റ്സ് പഠിക്കാനുണ്ട്, ഡിഫറെന്റ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണെന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആൻഡ് ദെൻ അതിന്റെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, ഫീച്ചേഴ്സ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിക്കാനായിട്ട് ഒരൊറ്റ ടേബിളിലൂടെ ഇത് മുഴുവൻ കംപ്ലീറ്റ് ആക്കി സെറ്റ് ആക്കിയാലോ. യെസ്, അപ്പൊ നിങ്ങൾ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരൊറ്റ ടേബിളിലൂടെ ഈ കണ്ടന്റ്, ഈ ചാപ്റ്റർ ഫുൾ കണ്ടന്റ് പഠിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇതാണ് ടേബിൾ. ഓക്കെ, അപ്പൊ അങ്ങനെയെങ്കിൽ ഇതിൽ ആ ഫീച്ചേഴ്സ് എഴുതാൻ പറ്റും. ഈ ടേബിൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഫീച്ചേഴ്സും അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾക്ക് എഴുതാനായിട്ട് വരും. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം ഫോർമേഷൻ. ഓക്കെ, അപ്പൊ ഫോർമേഷൻ നോക്കുന്ന സമയത്ത് ഒന്നാമത്തെ സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ്. നമുക്കറിയാം സ്വന്തമായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസിനെയാണ് സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മിനിമം ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസുകളും വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോട്ട് കിടക്കുന്ന സമയത്തോ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആണ് ആൻഡ് ഫോം ചെയ്യാന്നുള്ള കാര്യം അത്യാവശ്യം ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ്സിൽ വരുന്ന സമയത്ത് ഇതിന്റെ ലെസ് ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. കാരണം ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. അതുകൊണ്ട് അവിടെ ലീഗൽ ഫോർമാലിറ്റീസ് അധികം വരുന്നില്ല. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിലും രജിസ്ട്രേഷൻ അവിടെ കമ്പൽസറി ആണ്. കാരണം വോളണ്ടറി ആയിട്ട് അവിടെ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ രജിസ്ട്രേഷൻ അവിടെ കമ്പൽസറി ആണ്. ഇനി ഒരു കമ്പനി ആണെന്നുള്ള രജിസ്ട്രേഷൻ വളരെ നിർബന്ധമാണ്. കാരണം ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ട്, ഒരു സെപ്പറേറ്റ് വ്യക്തിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബിസിനസ് അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ അവിടെ കമ്പൽസറി ആയിട്ട് വരും. ആൻഡ് ദെൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോസസ് ആയിരിക്കും ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ. ഇനി മെമ്പേഴ്സിന്റെ കാര്യം നമുക്ക് നോക്കാം. സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അവിടെ ഓണർ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ആരാണോ ബിസിനസ് ചെയ്യുന്നത് ആ ഓണർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇനി അതേസമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോട്ട് വരുമ്പോൾ മിനിമം 2 ആൾക്കാരും മാക്സിമം എത്ര പേരാണ്, 50 പേര് വരെ പറ്റുള്ളൂ. 50 പാർട്ട്നേഴ്സ് വരെ പറ്റുള്ളൂ. ഓക്കെ, യെസ്. ജോയിൻ ഹിന്ദു ഫാമിലി ആണെങ്കിലോ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും വേണം ബിസിനസ് ചെയ്യാനായിട്ട്. മാക്സിമം എത്ര പേര് വേണം, കാരണം ആ ഫാമിലിയിലുള്ള എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ആ ബിസിനസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് എത്ര മെമ്പേഴ്സ് വേണം, അറ്റ്ലീസ്റ്റ് 10 അഡൽട്ട് മെമ്പേഴ്സ്. ഓക്കെ, മാക്സിമം എത്ര പേര് വേണമെങ്കിലും ആക്കാം, മിനിമം ഒരു 10 മെമ്പേഴ്സ് വേണം. ഇനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ കണ്ടു പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ മിനിമം 2 പേരാണ്, പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 7 പേര്. ഓക്കെ, ആൻഡ് ദെൻ മാക്സിമം പ്രൈവറ്റ് കമ്പനിയിൽ 200 ആണ് വരുന്നത്. പബ്ലിക് കമ്പനിയിലോട്ട് വരുന്ന സമയത്ത് എത്ര പേര് വരുന്നുണ്ട്, മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഓക്കെ, യെസ്. അപ്പൊ അതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ വരുന്നത്. ഇനി അടുത്ത പോയിന്റ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ്സിലോട്ട് വരുന്ന സമയത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള ഫിനാൻസ് എനിക്ക് അവിടെ കോൺട്രിബ്യൂട്ട്, എന്തെങ്കിലുമുള്ള ഫണ്ട് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ലിമിറ്റഡ് ഫിനാൻസ് ആണ്. പാർട്ട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ ലിമിറ്റഡ് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം 2-3 പേരുകൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര പേരുണ്ടോ അതനുസരിച്ച് ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും അവിടെ വരുന്നത്. ജോയിൻ ഹിന്ദു ഫാമിലിയിൽ എങ്ങനെയാണ് ഫണ്ട് വരുന്നത്, അൻസെസ്ട്രൽ പ്രോപ്പർട്ടി, പാരമ്പര്യമായിട്ട് കിട്ടുന്ന സ്വത്താണ് അവർക്ക് വരുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോട്ട് വരുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ടാണ് നമുക്ക് എന്ന് വരുന്നത്. കാരണം വോളണ്ടറി അസോസിയേഷൻ ആണ്. അപ്പോൾ വോളണ്ടറി വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് ഫണ്ട് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഒരു കമ്പനിയിലോട്ടാണെങ്കിലോ പബ്ലിക് കമ്പനി ആണെങ്കിൽ ഷെയർ കാര്യങ്ങൾ സ്വീകരിക്കും, പബ്ലിക് ഡിപ്പോസിറ്റ് സ്വീകരിക്കും. അതുകൊണ്ട് ലാർജ് ഫിനാൻസ് സോഴ്സ് കിട്ടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു പബ്ലിക് കമ്പനിയിലാണ്. ഓക്കെ, ഇനി ലൈബിലിറ്റി നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്, സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ്സിലാണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി ആണ്. ഓക്കെ, അതേസമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലാണെങ്കിലോ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. ഓക്കെ, എത്ര പേരുണ്ടോ ആ അത്ര ആളുകൾക്ക് വരുന്ന എന്താണ്, അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ അനുസരിച്ച് അവരതിന്റെ റിസ്ക് ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഓക്കെ, സോൾ പ്രൊപ്പർഷിപ്പിലും അവനവന്റെ റിസ്ക് അവനവൻ തന്നെ ഏറ്റെടുത്തേ പറ്റുള്ളൂ. ഇനി അതേസമയം ജോയിൻ ഹിന്ദു ഫാമിലി ബിസിനസ് വരുന്ന സമയത്തോ അൺലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. ഓക്കെ, ആരുടെ, കർത്തയുടെ മാത്രം. കാരണം കർത്തയാണ് മെയിൻ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നത്. കർത്ത എന്ന് പറയുന്ന ആരാണ്, ഫാമിലിയിലെ എൽഡസ്റ്റ് മെമ്പർ ആണ്. അതേസമയം ബാക്കി മെമ്പേഴ്സിന്റെ ലൈബിലിറ്റിയോ ലിമിറ്റഡ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ലൈബിലിറ്റി ലിമിറ്റഡ് ആണ്. ആൻഡ് ദെൻ ജോയിൻ സ്റ്റോക്ക് കമ്പനിയിലോട്ട് വരുമ്പോൾ എത്രയാണോ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അതനുസരിച്ച് എന്ത് ചെയ്യുന്നുള്ളൂ, ലൈബിലിറ്റി അവിടെ വരുന്നുള്ളൂ. അപ്പൊ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ലൈബിലിറ്റി. ഓക്കെ, ഇനി കൺട്രോൾ ആൻഡ് മാനേജ്മെന്റ്. സോൾ പ്രൊപ്പർഷിപ്പ് ബിസിനസ്സിൽ കംപ്ലീറ്റ് ബിസിനസിന്റെ കൺട്രോൾ ഫുള്ളും നമ്മുടെ കയ്യിലാണ് വരുന്നത്. അതേസമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലോട്ട് വരുമ്പോൾ പാർട്ട്നേഴ്സ് എല്ലാവരുടെയും കൂടെ തീരുമാനങ്ങൾ അവിടെ പരിഗണിക്കേണ്ടി വരും. ജോയിൻ ഹിന്ദു ഫാമിലിയിലെ മെയിൻ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന കർത്തയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഓണർഷിപ്പ് മാനേജ്മെന്റ് ഡിഫറെന്റ് ആണ്. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കാണും, അതുപോലെ ഓണേഴ്സ് എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സ് കാണും, പിന്നെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് മാനേജേഴ്സ് കാര്യങ്ങൾ കാണും. അപ്പൊ ഓണർഷിപ്പും മാനേജ്മെന്റും അവിടെ സെപ്പറേറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടേബിൾ പഠിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏതിന്റെ ഫീച്ചർ വേണമെങ്കിലും ചോദിച്ചെഴുതാം, മെറിറ്റ് ചോദിച്ചെഴുതാം, ഡിമെറിറ്റ് ചോദിച്ചെഴുതാം. ഓക്കെ, അപ്പൊ ഈ നോട്ട്സ് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതിന്റെ നോട്ട് അയച്ചു തരും. അപ്പൊ ഈ ഒരൊറ്റ ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് സെറ്റ് ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ വളരെ ഈസി ആയിട്ട് ഈ ചാപ്റ്റർ പഠിക്കാം. ഈ ഒരൊറ്റ ടേബിൾ കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ട് പഠിച്ചോളാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.